ഹരിശ്രീ ഗണപതയേ നമഃ. ഹവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം മനസാ സ്മരാമി. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് വാൽമീകി രാമായണം സുന്ദരകാന്ഡം 13-ാമത്തെ സർഗം മാരുതിയുടെ ഇച്ഛാഭംഗം എന്ന ഭാഗമാണ് നമ്മൾ ഇന്നലെ 39-ാമത്തെ ശ്ലോകം വരെ വായിച്ചു. ഇനി ബാക്കി ഭാഗങ്ങളാണ് വായിക്കാൻ പോണത്. ഹനുമാൻ സീതയെ കാണാതെ തിരിച്ചു എന്നാൽ കിഷ്കിന്ധയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ ഓർത്തിട്ട് ഹനുമാൻ മനോഗതം ചെയ്ത കാര്യങ്ങളാണ് നമ്മൾ കേട്ടത്. അങ്ങനെ ഞാൻ കിഷ്കിന്ധയിൽ ചെന്നാൽ ഈ 2 രാജവംശങ്ങളും, അതായത് സൂര്യവംശനാശവും വാനരവംശനാശവും സംഭവിക്കും. അങ്ങനെ ആ നാശം അങ്ങനാവാതെ നാട് മുഴുവൻ തീരാത്ത കൂട്ടക്കരച്ചിലുണ്ടാകും. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് കിഷ്കിന്ധയിലേക്ക് പോകുന്നതേ ഇല്ല. സീതയെ കൂടാതെ എനിക്ക് സുഗ്രീവനെ കാണാൻ സാധ്യമല്ല താനും എന്നാണ് ഹനുമാൻ വിചാരിക്കേണ്ട ഭാഗത്താണ് നമ്മൾ നിർത്തിയത്. ഇനി നമുക്ക് ബാക്കി ഭാഗങ്ങൾ നോക്കാം. സീതയെ കാണാതെ എന്നർത്ഥം. സീതയുടെ അനുവാദം ഉണ്ടെങ്കിൽ അവരെ കൂട്ടിക്കൊണ്ടേ സുഗ്രീവ സന്നിധിയിൽ പോകുകയുള്ളൂ എന്നും ഇതിന് അർത്ഥം പറയാം. നമുക്ക് ബാക്കി ഭാഗങ്ങൾ നോക്കാം. 40-ാമത്തെ ശ്ലോകം. മയ്യഗച്ഛതി ചേഹസ്തേ ധർമാത്മാനോ മഹാരഥോ ആശയാദൗ ധരിഷ്യേത വാനരാശ്ച മനസ്സിന. ഞാൻ പോകാതെ ഇവിടെ തന്നെ ഇരുന്നാൽ മഹാരഥന്മാരായ രാമലക്ഷ്മണന്മാർ കാര്യസാധ്യ പ്രതീക്ഷയാൽ ജീവൻ നിലനിർത്തും. അതിനാൽ വാനരന്മാരും ധൈര്യത്തോടെ ഇരിക്കും. ഹസ്താദാനോ മുഖാദാനോ നിയതോ വൃക്ഷമൂലിക വാനപ്രസ്ഥോ ഭവിഷ്യാമി യദുഷ്ട്വാ ജനകാത്മജാം. സീതയെ കാണാത്ത പക്ഷം കയ്യിൽ വന്നതും വായിൽ വീണതുമായ ആഹാരം കഴിച്ച് പഞ്ചേന്ദ്രിയങ്ങളെ അടക്കി മരച്ചോടുകളിൽ വാനപ്രസ്ഥാശ്രമം സ്വീകരിച്ച് ഞാൻ ജീവിച്ചു കൊള്ളാം. വാനപ്രസ്ഥം സ്വീകരിച്ചവര് കാടുകളിൽ പർണശാല കെട്ടി താമസിക്കും. ആരോടും അവർ ആഹാരം ചോദിക്കുകയില്ല. വൃക്ഷമൂലങ്ങളിൽ ചെന്നിരുന്ന് ധ്യാനനിരതരായിട്ട് ജീവിക്കും. വൃക്ഷങ്ങൾ കയ്യിലും വായിലും വീഴ്ത്തി കൊടുക്കുന്ന ഫലങ്ങൾ മാത്രമേ ഭക്ഷിക്കുകയുള്ളൂ. അത്തരം ജീവിതം കൊണ്ട് സ്വാഭാവികമായും ഇന്ദ്രിയ നിഗ്രഹം കൈവരുന്നതാണ്. സാഗരാനുപജേ ദേശേ ബഹുമൂലവലോധകേ ചിതാം കൃത്വാ പ്രവേക്ഷ്യാമി സമിദ്ധം മരണീസുതം. ഫലമൂലങ്ങളും ശുദ്ധജലവും ധാരാളമുള്ളൊരു സമുദ്രതീര പ്രദേശത്ത് നല്ലൊരു ചിത കൂട്ടി തീ ആളിക്കത്തിച്ച ശേഷം അതിൽ ചാടി മരിക്കുകയും ചെയ്യാം. ഉപവിഷ്ടസ്യ വാ സമ്യക് ലിംഗീനിം സാധയിഷ്യത ശരീരം ഭക്ഷയിഷ്യന്തി വായസാശ്വാപദാനിജ. അല്ലെങ്കിൽ വഴിപോലെ പ്രായോപവേശം ചെയ്താൽ ശരീരം കാക്കകളും കഴുകന്മാരും ഭക്ഷിക്കുന്നതാണ്. മരണപര്യന്തമുള്ള ഉപവാസമാണ് പ്രായോപവേശം. ഇതം മഹർഷിഭദൃഷ്ടം നിര്യാണം ഇതിമേ മതിഹി. ഇത് മഹർഷിമാർ അംഗീകരിച്ചിട്ടുള്ള മരണത്തിനുള്ള വഴിയാണ് എന്ന് എനിക്കറിയാം. അവസമ്യക് പ്രവേശ്യാമി നജേ പശ്യാമി ജാനകിം. സീതയെ കാണുന്നില്ലെങ്കിൽ ഗൗരവത്തോടെ തന്നെ വെള്ളത്തിൽ വീണേക്കാം. സുജാതമൂല സുഭഗാകീർത്തിമാല യശസ്വിനി പ്രഗൽഭാചിരരാത്രിയം മമ സീതാമവശ്യത. മംഗളകരമായ തുടക്കത്തോടു കൂടിയ ഈ മനോഹരമായ രാത്രിയിൽ അനുകൂലമായ അനുഭവങ്ങൾ പലതും ഉണ്ടായി. ലങ്കാലക്ഷ്മിയെ പരാജയപ്പെടുത്തി ലങ്കയിൽ പ്രവേശിക്കാൻ കഴിഞ്ഞത് തന്നെ ഒരു ശുഭനിമിത്തമാണ്. ചന്ദ്രൻ നിലാവിലൂടെ ലങ്കയുടെ അന്തർഭാഗം കാണാൻ അവസരമൊരുക്കിയതും അനുകൂലമായ സംഭവമാണ്. എന്നാൽ സീതയെ കാണാൻ കഴിയാത്തത് കൊണ്ട് എനിക്ക് ഈ നീണ്ട രാത്രി നിഷ്ഫലമായി തോന്നുന്നു. ഉറക്കമൊഴിഞ്ഞ് രാവണാന്തപുരം മുഴുവൻ നടന്ന് നിരീക്ഷിക്കുകയായിരുന്നു ഹനുമാൻ. അതുകൊണ്ട് അദ്ദേഹത്തിന് രാത്രി നീണ്ടതായിട്ട് തോന്നി. താപസോവാ ഭവിഷ്യാമി നിയതോ വൃക്ഷമൂലിക നേതപ്രതിഗമിഷ്യാമി താമദുഷ്ടാസിദേക്ഷണം. ഇന്ദ്രിയ നിഗ്രഹം ചെയ്ത് വൃക്ഷച്ചുവട്ടിൽ ജീവിക്കുന്ന സന്യാസിയായി ഞാൻ കഴിഞ്ഞുകൊള്ളാം. സ്ത്രീരത്നമായ സീതയെ കാണാതെ ഞാൻ ഇവിടെ നിന്നും മടങ്ങുകയില്ല. യതീത പ്രതിഗച്ഛാമി സീതാമനധിഗമ്യതാം അങ്കത സഹതൈ സർവൈർ വാനരൈർന ഭവിഷ്യതി. സീതയെ കണ്ടെത്താതെ ഞാൻ ഇവിടെ നിന്ന് മടങ്ങിയാൽ സർവ്വവാനരന്മാരോടും കൂടി അംഗദൻ മരിച്ചു പോകും. വിനാശേ ബഹവോ ദോഷാ ജീവൻ പ്രാപ്നോതി ഭദ്രകം അസ്മാത് പ്രാണാൻ ധരിഷ്യാമി ജീവിത സംഗമഃ. മരിക്കുന്നതിൽ ദോഷങ്ങൾ, അതായത് സ്വയം ജീവനൊടുക്കുന്നതിൽ വളരെ ഉണ്ട്. ജീവിച്ചിരിക്കുന്നവൻ നന്മയെ പ്രാപിക്കുന്നു. ജീവിച്ചിരുന്നാലേ സുഖവും സന്തോഷവും ലഭിക്കുകയുള്ളൂ. തീർച്ചയാണ്. അതിനാൽ ഞാൻ പ്രാണധാരണം ചെയ്യാം.
ജീവിച്ചിരുന്നാൽ ശ്രേയസ് നിശ്ചയമാണ്. സീതയെ കണ്ടില്ല എന്നൊരു കടുവചനം രാമൻ കേട്ടാൽ ഉണ്ടാകാനിടയുള്ള പരമ്പരകളെ പറ്റി ഹനുമാൻ വളരെ കടന്നു ചിന്തിച്ചു പോയി. ഒടുവിൽ സൂര്യവംശത്തിൻ്റെയും വാനരവംശത്തിൻ്റെയും ഉന്മൂലനാശത്തിലാണ് അത് പര്യവസാനിക്കുക എന്നും അദ്ദേഹം മനസ്സിലാക്കുന്നു. അതുകൊണ്ട് പ്രശ്നം പരിഹൃതമാകുന്നില്ല. വ്യക്തിപരമായിട്ട് പ്രശ്നത്തെ സമീപിക്കുമ്പോൾ ദൂതൻ എന്ന നിലയിൽ ഹനുമാന്റെ പരാജയമാണ് ഇതെന്ന് തോന്നാം. അങ്ങനെയാണെങ്കിൽ വാനപ്രസ്ഥമോ മരണമോ ആണ് മരണീയം എന്നൊരു ചിന്ത സ്വല്പനേരം ഹനുമാനെ നയിക്കുന്നു. അതിൽ നിന്നും അദ്ദേഹം മുക്തനാകുന്നു. പിന്നീട് ജീവിത മരണങ്ങളെ വിലയിരുത്തുന്നു. സുഖവും സന്തോഷവും ലക്ഷ്യപ്രാപ്തിയും എല്ലാം ജീവിച്ചിരുന്നാൽ മാത്രമേ നേടാനാവൂ. മരണത്തെ അങ്ങോട്ട് ചെന്ന് ഭരിക്കുന്നത് ദോഷവും പാപവുമാണ്. ഓരോ ജീവിതത്തിനും ഈ ലോകത്തിൽ നിർവഹിക്കാൻ പല കർത്തവ്യങ്ങളുമുണ്ട്. അതിനുള്ളതാണ് ജീവിതം. പ്രതിബന്ധങ്ങളും ക്ലേശങ്ങളും ദുഃഖവും നിരാശയും എല്ലാം വലയം ചെയ്താലും ജീവിതം ഉപേക്ഷിക്കരുത് എന്ന് ഹനുമാൻ നിശ്ചയിച്ച് ഉറപ്പിക്കുന്നു. ഈ ചിന്തയ്ക്ക് ശേഷം അദ്ദേഹം പുതിയൊരു വൃത്തിയായി ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്നു. ഈ സ്ഥൈര്യം, സ്ഥിതപ്രജ്ഞത്വം നമുക്കിനി രാമായണത്തിൽ നിന്ന് ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു. ഈ ബാക്കി ഭാഗങ്ങൾ നോക്കാം. ഏവം ബഹുവിധം ദുഃഖം മനസ്സാധാരയൻ മുഹു നാദികച്ചത്തദാപാരം ശോകസ്യ കവികുഞ്ചരഃ. കവിവരൻ തൻ്റെ ദുഃഖത്തെ ഇങ്ങനെ വിവിധ ചിന്തകളിൽ പടർത്തിയിട്ടും അതിനൊരവസാനമുണ്ടായില്ല. ശോകം അടങ്ങുകയോ മറ്റൊരു മാർഗം തുറന്നു കിട്ടുകയോ ഉണ്ടായില്ല. പല മട്ടിൽ ചിന്തിച്ചിട്ടും എന്ന് സാരം. രാവണം വാ വദിഷ്യാമി ദശഗ്രീവം മഹാബലം രാമപത്നി ഹൃദയേന പ്രത്യാജീർണം ഭവിഷ്യതി. അപഹൃതയായ രാമപത്നി എവിടെയോ ആവട്ടെ, എങ്ങനെയോ ആവട്ടെ, മഹാബലവാനും ദശകണ്ഠനുമായ രാവണനെ കൊന്നുകളയാം. പ്രതിക്രിയയെങ്കിലും ആയല്ലോ. പോംവഴിയല്ല, പ്രതികാരം ചെയ്താലുള്ള ഒരു ക്രൂര സംതൃപ്തി മാത്രം. അതവൈനം സമക്ഷിപ്യ ഉപരി സാഗരം രാമായോപഹരിഷ്യാമി പശും പശുപതേരിവ. അല്ലെങ്കിൽ രാവണനെ സമുദ്രത്തിൻ്റെ മുകളിലൂടെ എടുത്തുകൊണ്ടുപോയി യജ്ഞപശുവിനെ അഗ്നിക്കെന്ന പോലെ ശ്രീരാമൻ്റെ മുമ്പിൽ സമർപ്പിച്ചു കളയാം. ചെയ്യേണ്ടത് എന്താണെന്ന് നിശ്ചയിക്കേണ്ടതും ചെയ്യേണ്ടതും ശ്രീരാമനാണ്. അപ്പോഴേ പ്രതികാരകഥ പൂർത്തിയാവൂ എന്നാവാം ഹനുമാന്റെ ചിന്ത. ഇത് ചിന്താം സമാപന്ന സീതാം അനധിഗമ്യതാം ധ്യാനശോകപരീതാത്മാ ചിന്തയാമാസവാനര. സീതയെക്കുറിച്ച് ഒന്നും അറിയാത്തതിനാൽ ചിന്താധീനനും ദുഃഖിതനുമായ ഹനുമാൻ ഇപ്രകാരം ചിന്തിച്ചു. യാവത് സീതാം ഹി പശ്യാമി രാമപത്നിം യശസ്വിനിം താവതേതാം പുരീം ലങ്കാം വിജനോമി പുനഃപുനഃ. രാമപത്നിയും കീർത്തിമതിയുമായ സീതയെ കാണുന്നതുവരെ ഞാൻ ഈ ലങ്കാപുരിയിൽ വീണ്ടും വീണ്ടും അന്വേഷിച്ചു കൊണ്ടിരിക്കാം. സമ്പാദിവദനാചാപി രാമം വ്യധ്യാനയാമ്യഹം അപശ്യൻ രാഘവോ ഭാര്യാം ദർദഹേ സർവവാനരാൻ. സമ്പാദിയുടെ വാക്ക് വിശ്വസിച്ച് ഞാൻ രാമനെയും കൂട്ടി ഇങ്ങോട്ട് വന്നിരുന്നുവെങ്കിൽ അദ്ദേഹം ഭാര്യയെ കാണാതെ എല്ലാ വാനരന്മാരെയും കോപത്താൽ നശിപ്പിച്ചു കളയുമായിരുന്നു. ഇഹൈവ നിയതാഹാരോ വത്സ്യാമി നിയതേന്ദ്രിയ സമൽകൃതേ വിനാശേതു സർവേദേ നരവാനരാഹ. ഇന്ദ്രിയങ്ങളെ അടക്കി നിർത്തി മിതാഹാരനായി ഞാൻ ഇവിടെ തന്നെ താമസിച്ചേക്കാം. അങ്ങനെയായാൽ ഞാൻ നിമിത്തം മനുഷ്യരും കവികളും നശിക്കാതിരിക്കുമല്ലോ. മടങ്ങിച്ചെന്ന് സീതയെ കണ്ടില്ല എന്ന് പറഞ്ഞാൽ ഉണ്ടാകാനിടയുള്ള ദുരന്തങ്ങൾ ഒഴിവാകുമല്ലോ എന്നാണ് ഹനുമാന്റെ ആശയം. അശോകമനികാചേയം ദൃശ്യതേയാ മഹാദ്രുമ ഇമാം അധിഗമിഷ്യാമി നഹീയം വിജിതാമയ. ഇതാ വൻമരങ്ങളോട് കൂടിയ ഒരു അശോകവനം കാണുന്നു. ഇവിടെ ഞാൻ അന്വേഷിച്ചിട്ടില്ല. അതിനാൽ ഇതിൽ പ്രവേശിച്ച് അന്വേഷിക്കാം. അധ്യാത്മരാമായണത്തെ സീത അശോകവനികയിലാണ് ഇരിക്കുന്നത് എന്ന് ലങ്കാലക്ഷ്മി ഹനുമാനോട് പറയുന്നുണ്ട്. വിമാന ദർശനം, പാനശാല, അന്തഃപുരം തുടങ്ങിയവയുടെ വർണ്ണനം അധ്യാത്മരാമായണത്തിൽ ഇല്ല. കിളിപ്പാട്ടിൽ പറയുന്നു, ഭഗവതനുചരവതു ഭാഗ്യം ഭവാനിനി പാരാത ചെന്നു കണ്ടിടുക ദേവിയെ ത്രിദശകുലരിപുദശമുഖാന്തപുരവരെ ദിവ്യലീലാവനി പാദവ സങ്കുലേ നവകുസുമ ഫലസഹിത വിടഭയുത ശിംശവ നാമവൃക്ഷത്തിൻ ചുവട്ടേലതീശുജ നിശിചരികൾ നടുവിലടലുടുമരുവിടും നെടു നിർമ്മലഗാത്രിയാം ജാനകി സന്തതം എന്നാണ് ലങ്കാലക്ഷ്മി ഹനുമാന്റെ അടുത്ത് പറയുന്നത്. വസൂൻ രുദ്രാം സദാദിത്യാൻ അശ്വിനോ മരുതോ ബിജ
നമസ്കൃത്വാഗമിഷ്യാമി രക്ഷതാം ശോകവർദ്ധന. അഷ്ടവസുകൾ, ഏകാദശ രുദ്രന്മാർ, ദ്വാദശാദിത്യന്മാർ, അശ്വനീ ദേവന്മാർ, സപ്തമരുത്തുക്കൾ എന്നിവരെ നമസ്കരിച്ച ശേഷം രാക്ഷസ സംഹാരത്തിനായി പോകാം. രക്ഷസാം വർദ്ധന, രാക്ഷസന്മാർക്ക് ശോകം വളർത്തുന്നവൻ എന്നർത്ഥം. മരണം സംഭവിക്കുമ്പോഴാണല്ലോ ശോകം വർദ്ധിക്കുന്നത്. അതുകൊണ്ടാണ് ആ പദത്തിന് രാക്ഷസ സംഹാരത്തിന് എന്നർത്ഥം നൽകിയത്. ജിത്വാദു രാക്ഷസാൻ സർവാനിച്ഛാ ഗോകുലനന്ദിനിം സമ്പ്രദാസ്യാമി രാമായ യഥാസിദ്ധിം തപസ്സിനെ. തപസ്സിക്ക് ഉദ്ദിഷ്ടവരമെന്ന പോലെ ഞാൻ രാക്ഷസന്മാരെയെല്ലാം ജയിച്ച് ഇക്ഷ്വാകുകുലനന്ദിനിയായ സീതയെ ശ്രീരാമന് സമർപ്പിക്കുവാൻ പോകുന്നു. സമുഹൂർത്തമിവ ധ്യാത്വാ ചിന്താമഗ്രജിതേന്ദ്രിയ ഉദതിഷ്ഠൻ മഹാതേജ ഹനുമാൻ മാരുതാത്മജ. മഹാതേജസ്വിയും വായുപുത്രനുമായ ഹനുമാൻ ഇപ്രകാരം അല്പനേരം ധ്യാനനിരതനായിരുന്ന ശേഷം ദുഃഖത്തിൻ്റെ ബന്ധനത്തിൽ നിന്നും വിമുക്തമായ ഇന്ദ്രിയങ്ങളോടുകൂടി, അതായത് ദുഃഖവിമുക്തനായിട്ട് എഴുന്നേറ്റു. നമോസ്തു രാമായ സലക്ഷ്മണായ ദേവ്യൈ ച തസ്യൈ ജനകാത്മജായൈ നമോസ്തു രുദ്രേന്ദ്രയമാനിലേഭ്യോ നമോസ്തു ചന്ദ്രാർക്കമരുദ്ഗണേഭ്യ. ലക്ഷ്മണസഹിതനായ ശ്രീരാമദേവന് നമസ്കാരം, ജനകപുത്രിയായ ദേവിക്ക് നമസ്കാരം, രുദ്രൻ, ഇന്ദ്രൻ, യമൻ, വായു, ചന്ദ്രൻ, സൂര്യൻ, മരുത്തുക്കൾ ഇവർക്കും നമസ്കാരം. സ തേഭ്യസ്തു നമസ്കൃത്യ സുഗ്രീവായ ജമാരുതി ദിശ സർവാ സമാലോക്യ യശോകവനികാം പ്രതി സ ഗത്വാ മനസാ പൂർവം അശോകവനികാം ശുഭാം ഉത്തരം ചിന്തയാമാസ വാനരോ മാരുതാത്മജ. ഹനുമാൻ മുൻ പറഞ്ഞവർക്കും സുഗ്രീവനും ഭക്തിപൂർവ്വം അഭിവാദ്യങ്ങൾ അർപ്പിച്ചു. അതിനുശേഷം അശോകവനത്തിലേക്കുള്ള എല്ലാ മാർഗങ്ങളെയും ശ്രദ്ധാപൂർവം വീക്ഷിച്ചു. അശോകവനം തൻ്റെ കാര്യസിദ്ധിക്കുള്ള സ്ഥലമാണ് എന്ന് അദ്ദേഹം ആദ്യമേ മനസ്സാ നിശ്ചയിച്ചു. തുടർന്ന് ചെയ്യേണ്ട കാര്യത്തെപ്പറ്റി ചിന്തിച്ചു. ധ്രുവം ദോരക്ഷോ ബഹുല ഭവിഷ്യതി വനാകുല അശോകവനിക ചിന്ത്യ സർവസംസ്കാര സംസ്കൃത. കലാഭംഗിയോടെ സംവിധാനം ചെയ്യപ്പെട്ടതും മരങ്ങൾ ഇടതിങ്ങി നിൽക്കുന്നതും രാക്ഷസന്മാർ നിറഞ്ഞതുമായ ഈ അശോകവനത്തിൽ ഇപ്പോൾ തന്നെ ദേവിയെ തിരയേണ്ടിയിരിക്കുന്നു. ദക്ഷിണശാസ്ത്രവിഹിതാ നൂനം രക്ഷന്തി വാദവാൻ ഭഗവാനപി സർവാത്മാദിക്ഷോഭം പ്രവാദി വൈ. ഇതാ കാവൽക്കാർ അവിടെവിടെ വൃക്ഷങ്ങളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. പുല്ല് ചെത്തുക, തടം പിടിക്കുക, നനയ്ക്കുക തുടങ്ങിയ ജോലികൾ വായുഭഗവാനും ഒട്ടും ശക്തിയില്ലാതെ തന്നെ വീശുന്നു. വൃക്ഷലതാദികളെ താലോലിക്കും മട്ടിൽ മാത്രമേ വായു വീശുന്നുള്ളൂ എന്ന് അർത്ഥം. സംക്ഷിപ്തോയം മയാത്മാചാരാമാർത്തേ രാവണസ്യ ജ സിദ്ധിം തേ സംവിധാസ്യന്തി ദേവാസർഷിഗണാസ്തിഹ. ബ്രഹ്മ സ്വയംഭൂർഭഗവാൻ ദേവായശ്ച ദേവാശ്ചൈവ ദിശന്തു മേ സിദ്ധിം അഗ്നിശ്ച വായുശ്ച പുരുഹൂതശ്ച വജ്രവത്. രാമകാര്യാർത്ഥം സീതയെ തിരയാനും രാവണൻ കാണാതിരിപ്പാനുമായിട്ട് ഞാൻ എൻ്റെ ശരീരം ഏറ്റവും ചെറുതാക്കിയിരിക്കുന്നു. ഈ കാര്യത്തിൽ മഹർഷിമാരും ദേവന്മാരും സ്വയംഭൂവായ ബ്രഹ്മദേവനും അഗ്നിയും വായുവും വജ്രവാണിയായ ഇന്ദ്രനും എനിക്ക് കാര്യസിദ്ധി നൽകട്ടെ. വരുണപാശഹസ്തശ്ച സോമാദിത്യൗ തദൈവ ജ അശ്വിനൗ ജ മഹാത്മാനോ മരുത സർവയേവ ജ സിദ്ധിം സർവാണി ഭൂതാനി ഭൂതാനാം ജൈവയ പ്രഭുഃ ദാസ്യന്തി മമയേ ചാന്യേ യദുഷ്ടാപതിഗോചരാഃ. പാശവാണിയായ വരുണൻ, സൂര്യേന്ദ്രന്മാർ, അശ്വിനീ ദേവന്മാർ, മരുത്തുക്കൾ, പരമേശ്വരൻ, ഭൂതനാഥൻ എന്നിവരും കാണപ്പെടാത്തവരും എനിക്ക് കാര്യസിദ്ധി നൽകട്ടെ, എന്നെ അനുഗ്രഹിക്കട്ടെ. തതുന്നസം പാണ്ഡുരദന്തമവ്രണം ശുചിസ്മിതം പത്മഫലാശലോചനം രക്ഷ്യേതാര്യാവദനം കഥാസ്വഹം കഥാന്വഹം പ്രസന്നതാരാധിപതുല്യദർശനം. തതുന്നസം പാണ്ഡുരദന്തമവ്രണം ശുചിസ്മിതം പത്മഫലാശലോചനം രക്ഷ്യേതാര്യാവദനം കഥാന്വഹം പ്രസന്നതാരാധിപതുല്യദർശനം. ഉയർന്ന നാസിക, ശുഭ്രമായ ദന്തങ്ങൾ, ഭംഗിയുള്ള പുഞ്ചിരി, താമര ഇതളൊത്ത നിഷ്കളങ്കമായ കണ്ണുകൾ, ഇവയെല്ലാം ചേർന്ന കളങ്കരഹിതവും പൂർണ്ണചന്ദ്ര സദൃശ്യവുമായ തിരുമുഖം ഞാൻ എപ്പോഴാണ് കാണുക? ആ ദിവ്യമുഖ ദർശനം അക്ഷമനായിട്ട് പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഹനുമാൻ.
ക്ഷുദ്രേണ പാപേന നൃശംസകർമ്മണ സുദാരുണാലം കൃതവേഷധാരിണ ബലാഭിഭൂതാഹ ബലാതപസ്വിനി കഥം नु മേ ദൃഷ്ടിപതേത്യഥാ ഭവേത്. സ്വതവേ ഭയങ്കരനാണെങ്കിലും പുറമെ നല്ല വേഷം ധരിച്ചവനും നികൃഷ്ടനും ക്രൂരകർമ്മിയുമായ ആ പാപി, അതായത് രാവണൻ, ബലാത്കാരമായിട്ട് അപഹരിച്ചു കൊണ്ടുപോകപ്പെട്ടവളും അബലയും തപസ്വിനിയുമായ ആ ദേവി ഇപ്പോൾ ഏതു രൂപത്തിലാണോ എൻ്റെ കണ്ണിന് നേരെ കാണപ്പെടാൻ പോകുന്നത് എന്ന് അറിഞ്ഞുകൂടാ. 72-ാം പദ്യത്തിൽ രാമനിൽ നിന്നും മനസ്സിലാക്കിയ സീതയുടെ ചിത്രമാണ് ഹനുമാന്റെ മനസ്സിലുള്ളത്. ഇപ്പോൾ ആ രൂപം എങ്ങനെയെന്ന് സങ്കല്പിക്കാൻ സാധ്യമല്ല. ഇത്യാശേ ശ്രീമദ് രാമായണേ വാൽമീകിയെ ആദികാവ്യേ സുന്ദരകാണ്ഡേ ത്രയോദശ സർഗ 13-ാമത്തെ സർഗം അവസാനിച്ചു. എല്ലാവർക്കും നമസ്കാരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.